ഹലോ. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 26 വർഷമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഞങ്ങളൊരു ഡേ മൈ ലൈഫ് എടുക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ വലിയ ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ മക്കൾ മാത്രം. 26 വർഷം 1999 ഞങ്ങളെ കല്യാണം. ഏപ്രിൽ 4/4/99 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം ഇതേപോലെ തന്നെ അന്നത്തെ ദിവസം ഒരു ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ആദ്യമൊന്നും മക്കൾ വലുതായി ആദ്യമൊക്കെ ഞങ്ങൾ മാത്രം ഒന്ന് അങ്ങോട്ട് കിടക്കുന്ന വിഷയം മാത്രമേ ഉള്ളൂ. എന്നുണ്ടാക്കുന്ന ഫുഡ് ഒരു ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ പിന്നെ എപ്പോഴും ബിരിയാണി നെയ്ച്ചോറായതുകൊണ്ട് അതിലൊന്നുമില്ല. എന്നാലും ഇപ്പം മക്കളൊക്കെ വലുതായപ്പോൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ മധുരം കേക്കൊന്നും വാങ്ങണ്ടെന്നൊക്കെ വിചാരിക്കണം. എന്തെങ്കിലും ഇഷ്ടമുള്ള പോയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പൊറാട്ട കൊണ്ടുവന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ കറി വെച്ച് പിന്നെ എന്താ പറയുക, അതിലേക്ക് ഉച്ചക്ക് എന്തെങ്കിലും റൈസോ എന്തെങ്കിലും ഉണ്ടാക്കണം. വൈകുന്നേരം നീനു ഇപ്പോൾ പോകുന്നുണ്ടല്ലോ പുറത്തു. അപ്പോൾ ചെറിയൊരു ജോലി ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോകണതുകൊണ്ട് ആരും ഇല്ല. ഉച്ചയ്ക്ക് വൈകുന്നേരം വന്നിട്ട് പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. മോളൂനോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ അല്ലാതെ ഞങ്ങൾ വലിയ പരിപാടി വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. നമ്മളെ മക്കളെ ഈ ഒരു ദിവസം നമുക്ക് മക്കളെ അടുത്തുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കും വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, കയ്യോ നോക്കട്ടെ. അവളെ ഹസ്ബൻഡിന് തിരക്കാണ് ഇപ്പോൾ അവിടെ. പിന്നെ സ്കൂളായതുകൊണ്ട് തന്നെ അറിയാലോ. അപ്പോൾ അവിടെ പിന്നെ അവനൊരു +1 +2 സ്ഥാപനം ആയതുകൊണ്ട് ഇപ്പോൾ ഒക്കെ കുട്ടികൾ ചേരുന്ന അതിൻ്റെയൊക്കെ ടൈമാണ്. ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് വരാൻ കഴിയുമെന്നുള്ളത്. ഇനി ഓന് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ പോയിട്ട് എൻ്റെ കെട്ടിയവൻ തന്നെ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ സമയം ഞാൻ എഴുതിയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ കരുതി ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫ് എടുക്കാം ഇന്നത്തെ ദിവസം എന്ന് കരുതിയിട്ട് ഇങ്ങനെ പിന്നെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം ഇന്ന് എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ എല്ലാ ദിവസത്തിലും ഉണ്ടാവും. അതുപോലെ തന്നെ പക്ഷേ എന്നാലും കാണിക്കാമെന്ന് കേട്ടു. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കെട്ടിയവന് ഒരു ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പൊറാട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡിലൊന്നാണ് ഈ ഒരു പൊറാട്ട എന്നുള്ള സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് പൊറാട്ട കഴിക്കാറേ ഇല്ല. കാരണം എല്ലാ കുട്ടികൾക്കും വരെ അറിയുന്ന സംഭവമാണ്. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊറാട്ട കഴിക്കാൻ പാടില്ല. വെയിറ്റ് കൂടാൻ കലോറിയൊക്കെ കൂടുതലുള്ള സംഭവമാണ്. അത് പെട്ടെന്ന് വെയിറ്റ് കൂടും ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇന്ന് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വേഗം ഉണ്ടാക്കുകയാണ്. ഉള്ളിയൊക്കെ ഇങ്ങനെ വാട്ടാനിട്ടിട്ടുണ്ട്. ഇതാകുമ്പം രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയ ഉച്ചക്കും അതുതന്നെ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് ഉള്ളി വാട്ടാനിട്ടപ്പോഴേക്കും നീനൂട്ടി വിളിച്ചു കേട്ടോ. കാരണം അവളിപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു കുഞ്ഞ് ജോലി കിട്ടിയിട്ടുണ്ടെന്ന്. അത് ഒരു ചെറിയൊരു ഓഫീസാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ അവൾ ചെറിയതായിട്ട് റിസപ്ഷനിൽ ഇരിക്കാനും അവിടെ വരുന്നവർക്ക് അവിടെ ഒരു സ്കൂൾ കോളേജൊക്കെ പോലെയാണ്. ഡിഗ്രി ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അതായത് ഏവിയേഷൻ കോഴ്സുള്ള എല്ലാ ഇതുള്ള ഒരു ചെറിയ സ്ഥാപനമാണ് കേട്ടോ. അവിടെ വന്ന് അന്വേഷിക്കുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുക, ഫോം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അവൾ വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടല്ലോ. അപ്പം ഞാൻ എന്താ പറയുക, ഈ ഒരു അവൾ ഡിഗ്രിക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അത് എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. പഠിക്കാൻ അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നാൽ ചടച്ച് പോയി. ഈ പ്രായം എന്ന് പറയുന്ന മക്കൾ പുറത്തിറങ്ങി പഠിച്ച് നടക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ ഞാൻ കരുതി വെറുതെ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അവിടെയും ഇവിടെയൊക്കെ അവളെ സർട്ടിഫിക്കറ്റും CV ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ്. അവിടെ ചെറിയ റൂമിൽ AC റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള പണി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അങ്ങനെ അപ്പോൾ ഇന്ന്
അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. അപ്പോൾ മുടിയുണ്ട് കഴിച്ചിട്ട് കണ്ട് പോകാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മുടി പെട്ടെന്ന് കൊയ്യും നീനുട്ടി അമ്മച്ചി മുടഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മുടഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഉള്ളി ഇങ്ങനെ വാടി കരിയാൻ പോവുകയെന്ന് തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കരിയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് പിന്നെ ബാക്കി കറി ഉണ്ടാക്കാം. അപ്പോൾ നീനുട്ടിക്ക് ഇത് കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പോവാൻ. പിന്നെ അവൾക്ക് ഫുഡും കൊണ്ടുപോകണം കേട്ടോ, ഉച്ചക്കുള്ള ഫുഡും കൊണ്ടുപോകണം. അപ്പോൾ 2 ദിവസമായിട്ടുള്ള 2-3 ദിവസമായിട്ടുള്ള പോകാൻ തുടങ്ങിയിട്ട് വലിയ ഭാരമല്ല, ജോലി അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കും വലിയ പ്രശ്നമില്ല. അങ്ങനെ അധികം ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ, ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നിർത്താമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പോകുന്നുണ്ട്, എങ്ങനെ നോക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം ഞാൻ എന്താ ചിക്കൻ കറി റെഡിയാക്കാണ് കേട്ടോ. ചിക്കൻ കറി ഇപ്പോൾ ഉണ്ടാക്കി നമുക്ക് ഉച്ചക്കും കൂടി അതാവുമല്ലോ. ഇന്ന് നീനുട്ടി പോലെ തുടങ്ങിയപ്പോൾ വീട് പിന്നെ ഇങ്ങനെ എപ്പോഴും വീട്ടിലുണ്ടായിരുന്ന ഒരാളല്ലേ. അപ്പോൾ അവൾ പോകാൻ തുടങ്ങിയപ്പോൾ വീട് ഒഴിഞ്ഞ പോലെ പിന്നെ ഇതും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം ഇതും സ്കൂളൊക്കെ പൂട്ടി, മദ്രസും ഇല്ല സ്കൂളും ഇല്ല. അല്ലാതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഭയങ്കര എന്താ പറയുക തട്ടിപ്പിടിഞ്ഞ് നടക്കേണ്ട ഒരു കുട്ടിയാട്ടോ ഇതും പറയണത്. അടങ്ങി നിൽക്കുകയില്ല, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം നീനുട്ടിൻ്റെ നേരെ വിപരീതം. നീനു പിന്നെ അങ്ങനെ ആരോടും അധികം ഇങ്ങോട്ട് സംസാരിക്കില്ല. കൂടുതലും എൻ്റെ അടുത്താണ് അവളുടെ എല്ലാ കലാപരിപാടികളും കേട്ടോ. അവളെ അപ്പച്ചിൻ്റെ അടുത്ത് വരെ അവളെ തനി സ്വഭാവമുള്ള എടുക്കില്ല. ഒരു ഉമ്മച്ചി കുട്ടിയാണ് നീനു. പിന്നെ ഇതും പറയുന്നത് അങ്ങനെയല്ല, എല്ലാവരും ആക്റ്റീവാണ്. മോളും ആയാലും എല്ലാവരോടും ഒരുപോലെ സംസാരിച്ച് എല്ലാവരും ആക്റ്റീവായിട്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും ഓലൊക്കെ ആയിട്ട് നല്ല ഇത് കണക്ഷനായിട്ട് മോളൂനും ഇതുമോനും. പക്ഷേ നീനുട്ടി അറിയുന്നത് ഇതാ ഇങ്ങനെ എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങാത്തൊരു കുട്ടിയായിരുന്നു ചെറുപ്പം മുതലേ. അപ്പം അവൾ പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു ഒഴിവാണല്ലോ. എന്നാലും 8:30 ആ ഒരു സമയത്താണ് അവൾ ഇറങ്ങട്ടെ. 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. 4:00 പരിപാടി കഴിയും. 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. വലിയ കുഴപ്പമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് പോവും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് അവൾ ഇറങ്ങി രാവിലെ തന്നെ അവൾ പോവാണ്. പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. അവൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. കൊണ്ടുപോകാനും ഒരു പൊറോട്ട മതി കൊണ്ടുപോകാനെന്നും പറഞ്ഞ് പൊറോട്ട. പിന്നെ ഞാനൊരു മുട്ട പൊരിച്ചു കൊടുത്തിട്ടോ. വെറുതെ രാവിലെയും പൊറോട്ട ഉച്ചക്കും പൊറോട്ട. രാവിലെ ഇപ്പോൾ ഒരു പൊറോട്ടയെ കഴിച്ചുള്ളൂ, അതെന്നെ മുഴുവനാക്കിയിട്ടില്ല കേട്ടോ. അവർക്ക് രാവിലെ അങ്ങനെ എത്ര നേരത്തൊന്നും ഫുഡ് കഴിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്നപ്പോൾ ഒരു 10-11 മണിക്ക് ഇങ്ങനെ കഴിച്ച് ശീലമായിട്ട് ഇപ്പോൾ രാവിലെ അത്ര നേരത്തെ ഒരു 8 മണി 8:30 സമയത്തൊന്നും ഫുഡ് ഇറങ്ങൂല കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം എന്തോ തിന്നിട്ട് പോയതാണ്. പോകണ അവൾ പോയി. ഇനിയിപ്പം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങണം. അപ്പോൾ ഞാൻ പാത്രം കഴുകുക, അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഇതും എഴുന്നേറ്റ് വന്നത് കേട്ടോ. മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വല്ല എഴുന്നേൽപ്പിക്കാനൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ മദ്രസ തുറക്കും. അത് തുറന്നാൽ പിന്നെ അവൾക്ക് 6 മണിക്ക് എഴുന്നേറ്റ് മദ്രസയൊക്കെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഇനിയിപ്പോൾ കിട്ടുന്ന ദിവസമുള്ള ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് വിളിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് വന്ന് അവളിതാ ഫുഡ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലെന്ന്. വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ഉമ്മാൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട്. മൂപ്പർക്ക് അറിയില്ല കേട്ടോ, ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണെന്നൊന്നും മൂപ്പർക്ക് അറിയില്ല. എന്നാലും വരുമ്പോൾ എന്തെങ്കിലും മക്കൾക്ക് കൊണ്ടുവരും. കുറച്ച് മുട്ടായിയും ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് അപ്പം തന്നെ ഞാനൊരു മുട്ടായി കഴിച്ചു, പിന്നെ ഒരു പഴംപൊരിയുടെ കഷ്ണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, വെയിറ്റ് ലോസിൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തായി തത്ത വെയിറ്റ് എന്നൊക്കെ ഉള്ളത്. വെയിറ്റ് ഞാൻ സത്യം പറയാലോ ഞാൻ നോക്കിയിട്ടില്ല, പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കിയിട്ടില്ല. ഞാൻ എന്തായാലും തിങ്കളാഴ്ച വെയിറ്റ് നോക്കി അന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് എത്രയാണോ വെയിറ്റ് കാണിച്ച് നമുക്ക് അന്ന് അങ്ങോട്ട് വെയിറ്റ് ലോസ് വീണ്ടും 100 days വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം തന്നെയാണ്. അപ്പം എൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും നല്ല എന്താ പറയുക ചെയ്യാനുള്ള ഒരു ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ആ 100 ദിവസം ചെയ്ത് എന്തായാലും നമ്മൾ വിചാരിച്ച വെയിറ്റിൽ എത്തിക്കണം എന്നൊക്കെയാണ് പ്ലാന്. അപ്പോൾ അതാ എൻ്റെ കെട്ടിയവന് പോയിട്ടോ, പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോകട്ടോ മൂപ്പര്. അപ്പോൾ ഒരു 11:30-12 മണീൻ്റെ ഒക്കെ ആയപ്പോൾ പോയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഫുഡ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ ഒന്നാമത് നീനുട്ടില്ല. പിന്നെ ഇതുമ്മോ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. മൂപ്പരാണെങ്കിൽ പള്ളി കഴിഞ്ഞൊക്കെ വരുമ്പോൾ 2 മണിയാവും കേട്ടോ. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. ചിക്കൻ കറി ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടി അതും വെച്ചിട്ടുണ്ട്. ഇനി അതെങ്കിൽ പൊരിച്ചെടുത്താൽ മതി എനിക്കുള്ളൂ. അപ്പം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്താ പറയുക,
പച്ചക്കറികളും സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്സിക്കം അങ്ങനെ അന്ന് പെരുന്നാൾക്ക് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്യാപ്സിക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇനി അത് കേടൊന്ന് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ടാക്കിയാണ്ട് ഒരു ഫ്രൈഡ് റൈസ് മോഡലാണ് ഞാൻ ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കിയത് കേട്ടോ. ഉള്ളി എന്താ ഓയിലൊക്കെ ഇതെല്ലാണ്ട് ഇട്ടിട്ട് ആ പച്ചക്കറിയുടെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ മണം ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു മണമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഞാനിതാ ഒരു 1-1.5 കാപ്പിന് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൂപ്പരിതാ ഇപ്പോൾ പള്ളിയിൽ നിന്നാണ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഒരുമിച്ചിരിക്കും, ഞാനൊരു ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പറയ്. യെസ് അപ്പോൾ അതാ ഇതും ഒരു ചെറിയൊരു ഗിഫ്റ്റ് എന്തോ കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള പോക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം. ചെറുതാണെങ്കിലും ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണല്ലോ അല്ലേ. ഗിഫ്റ്റാണ്, ഞാൻ തരാം. ഉണ്ടാ അത് ഞങ്ങൾ എന്താണ് കഴിച്ചില് സ്മാൾ ഗിഫ്റ്റ്. ഓക്കെ ഇത് നോക്കട്ടെ. കെട്ടിയതൊക്കെ എത്തേലും മനസ്സിലാവുണ്ടോ ഇതിട്ട്? എനിക്ക് പ്രിയപ്പെട്ട ഉമ്മാക്ക് എനിക്ക് ആരുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മ വേണം. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. അതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് എൻ്റെ മുത്തായ ഉമ്മ. ലവ് യു ഉമ്മ. ഹാപ്പി ആനിവേഴ്സറി മം ആൻഡ് ഡാഡ്. ഞാൻ മരിക്കും വരെ എനിക്ക് എൻ്റെ ഉപ്പാനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാനിനി ആരെയും പരിചയപ്പെട്ടാൽ ഞാൻ എന്നെ മുത്തായ ഉപ്പാനെ മറക്കും. ലവ് യു ഉപ്പ. ഹാപ്പി ആനിവേഴ്സറി പപ്പ ഡാഡ് ആൻഡ് മം. ഞാൻ പാത്ത് വെക്കും. എന്നിട്ട് വലിയ കുട്ടിയാവുമ്പോഴും ഞാൻ കാണിച്ചു തരും. ഓക്കെ ഉമ്മ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇതുമ്മൂൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ ചെറുതാണെങ്കിലും ഒരു കത്താണെങ്കിലും നല്ലൊരു സന്തോഷമുള്ള, നമുക്ക് സന്തോഷം തരുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വായിച്ച് പിന്നെ വൈകുന്നേരമായിട്ട് നീനുട്ടി അവിടെ നിന്ന് ബസ് കയറിയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ് കയറാണ്. ഞാനവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യണം, ചായ ഉണ്ടാക്കി വെക്കണം, എനിക്ക് വയ്യ, എനിക്ക് തലവേദന ആവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ അരീക്കോട് എത്തുന്നതിൻ്റെ ഒരു കുറച്ച് മുമ്പായിട്ട് അവൾ ഉളപ്പച്ചിക്ക് വിളിച്ചിട്ട് ബൈക്കായിട്ട് അപ്പോൾ മൂപ്പര് പോയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മൂപ്പര് അവളെ കൊണ്ടുവരാൻ പോയപ്പോൾ തന്നെ ഞാൻ വേഗം ഇവിടെ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായൊക്കെ ഇട്ട് അടിപൊളി ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അവൾ വന്നപ്പോഴേക്കും അവിടെ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഡ്യൂട്ടികളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് ഡേ പോയപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, മുഖമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതാ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം വലിയ പണിയൊന്നുമില്ല അമ്മച്ചി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഫോൺ വിളിക്കാനും കാര്യങ്ങളും പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് സമാധാനമാവുമല്ലോ. അങ്ങനെ ഇതാ അവൾ വന്നപ്പോൾ ഇങ്ങനെ ഫ്രൈഡ് റൈസ് മണക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ ക്യാപ്സിക്കത്തിൻ്റെ മണം കേട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് വിളമ്പി കൊടുത്ത് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു.
കേട്ടോ. കാരണം ഒരു പൊറാട്ടയും പിന്നെ ഒരു മുട്ട പൊരിച്ചതാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വിശക്കുന്നുണ്ട്, ബസ്സിലൊക്കെ കയറി വരില്ല. അപ്പോൾ വന്ന ഉടനെ ഇതാ ഫുഡിലേക്ക് അങ്ങോട്ട് വീണിട്ടുണ്ട്. ഇവിടെ ഒരാൾ എൻ്റെ ട്രൈപ്പോഡ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൈപ്പോഡ്, അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റാക്കുന്ന പരിപാടിയിലായിരുന്നു. അങ്ങനെ നീനൂട്ടി ഞാനൊക്കെ ചായ കുടിച്ചു. ഞങ്ങളൊക്കെ ചായ കുടിച്ചതിന് ശേഷം വേഗം അപ്പോൾ 6 മണിയായിട്ടുണ്ട്. കാരണം അവൾക്ക് 4:30 അവിടെ നിന്ന് ഇറങ്ങി 5:30-6 മണിയായപ്പോക്കിന് അവൾ ഇവിടെ എത്തി. പിന്നെ നമ്മൾ വേഗം പണികൾ തീർക്കട്ടെ. കാരണം നമുക്ക് എന്താ പുറത്ത് പോകണ്ടേ, പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. മോള് വന്നിട്ടില്ല. അവൾക്ക് തീരെ അവളുടെ ഫോൺ കേടന്ന് ഒരു വിവരം അറിയാൻ കഴിഞ്ഞില്ല. ഫോണിന് എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അവൾ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ല, അവിടെ കുട്ടികൾ ചേരണയൊക്കെ ഒരു സമയമാണ്, +1 +2 അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ പോയിട്ട് രാത്രി നട്ടപ്പതിരക്കൊക്കെ വരുന്ന തീരെ ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അവൾക്ക് വരാനുള്ള ഒരു ചാൻസും കിട്ടിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുറവ് നല്ലോണം ഉണ്ട് പറഞ്ഞാൽ നല്ലോണം ഉണ്ട്. മോളും ഐറൂസും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുഴുവനാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ മക്കളെ എല്ലാവരും ഉള്ള കുട്ടികളൊക്കെ വെച്ചിട്ട് എന്തായാലും ഈ ഒരു ദിവസം ചെയ്യേണ്ടത് ഇത് തന്നെ ചെയ്യണമല്ലോ എന്ന് കരുതി വേഗം റെഡിയായി പോകാൻ. അപ്പോൾ ഞാൻ വേഗം അലക്കിയത് ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെച്ചു, ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ വേഗം റെഡി ആവാനുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പം എല്ലാം കൂടിയൊക്കെ ശരിയായി വന്നപ്പോഴേക്കും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഇതാ 8 മണി ആയി. ഇത് നീനുട്ടിക്ക് വന്ന് കുളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ രാത്രിയാണ് കുളിക്കണതൊക്കെ കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു പരിപാടിക്കുള്ള ഫണ്ട് കൊടുക്കുന്നത് നീനുട്ടീൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ പൈസ കിട്ടിയ പൈസയിൽ നിന്നാണ് അവൾ 500 രൂപ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഒന്ന് നിങ്ങൾക്ക് എന്താ ഇഷ്ടം, ഒന്നിലേക്ക് കേക്ക് അല്ലെങ്കിൽ ഫുഡ് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കേക്ക് അധികം കഴിക്കണ്ടല്ലോ, ഇനിയിപ്പോൾ മധുരം കുറേ കഴിച്ച് വെറുതെ അങ്ങനെ വേണ്ടല്ലോ, നമുക്ക് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കുറച്ച് വാങ്ങി കഴിക്കാം, നമ്മളെല്ലാവരും കൂടി മാത്രമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു പോക്ക് ഉണ്ടായത് കേട്ടോ. അല്ല എല്ലാ വർഷവും ഞങ്ങളിങ്ങനെയൊന്നും ചെയ്യാറില്ല, പോവാറൊന്നുമില്ല. ഇത്തവണ നീനുട്ടിൻ്റെ വകയാണ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ മോളുണ്ടെങ്കിൽ മോളുൻ്റെ വക ഉണ്ടാവട്ടെ, ഓളും കൂടി എന്തെങ്കിലും ഇതിലാക്കിയിട്ട് ഒന്നും കൂടി അടിപൊളിയാക്കും. പക്ഷെ അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഫോൺ വിളിച്ചിട്ടും കൂടി കിട്ടുന്നില്ല. കാരണം വീഡിയോ കോൾ കാണില്ല. എൻ്റെ ഐറൂസിനൊന്ന് കണ്ടിട്ടേ ഇല്ല കേട്ടോ, ഒന്ന് കാണാത്തത് ഭയങ്കര സങ്കടം. അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ കളിക്കണതും ചെയ്യണതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക സങ്കടം നല്ലോണം ഉണ്ട്. എന്തായാലും ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ, ശരിക്കും നടക്കാനുള്ളതുള്ളൂ. പിന്നെ ഈ നേരം നീനുട്ടിക്കും വന്ന ക്ഷീണമുണ്ട്, നമുക്ക് പോയി നേരം രാത്രി ഈ ഒരു സമയത്ത് നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നടക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്, ഓട്ടോയിലാണെങ്കിൽ 5 മിനിറ്റ് അത്ര ദൂരമുള്ളൂ. മമതേക്കാണ് പോകുന്നത്. അപ്പോൾ മമതയിൽ തന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ. കാരണം അവിടുത്തെ ഫുഡ് വേറെ ടേസ്റ്റ് ആണ്. അത് മാത്രമല്ല അവിടെ ആ മുകളിൽ റൂമിൽ അവിടെ നല്ലൊരു ഗ്ലാസിൻ്റെ ഇതൊക്കെ ഉള്ള സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ തന്നെ കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളിതാ മമതയിൽ എത്തിയിട്ടു. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വണ്ടി ഇങ്ങോട്ട് നിറഞ്ഞു. കാരണം അവിടെ ഭയങ്കര തിരക്കാട്ടോ, കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിട്ട് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ പോകുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേക്കുകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള കേക്ക് ഞാൻ വാങ്ങേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു പീസ് വാങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. കേക്കിനായിട്ട് നമ്മൾ ഒരുപാട് പൈസ കളയണ്ട, കാരണം അതൊരു മധുരമല്ലേ, മധുരം കുത്തിക്കയറ്റേണ്ട ഇത്രയും. അല്ലെങ്കിൽ പായസം കുടിച്ചിട്ടും എന്നിട്ടും ഒക്കെ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ കേക്കും കൂടി തിന്നണ്ടല്ലോ എന്ന് കരുതി ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതേപോലെ എന്തെങ്കിലും ചെറിയൊരു പീസ് വാങ്ങി കട്ട് ചെയ്ത് 4 ആളും കഴിക്കാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ. അങ്ങനെ ഇതൊക്കെ നോക്കി വെച്ച് ഞങ്ങളിതാ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയായിട്ടോ കാണാൻ. അവിടെ പോയി ഇരുന്ന് ഫുഡ് കഴിക്കാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല. സത്യം പറയാലോ, മോളും ഞാനും എന്നോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഉമ്മച്ചി നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ എന്ന് എപ്പോഴും മോള് പറയട്ടെ. അപ്പോൾ ഈ ഒരു സമയം അവളില്ലായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോളോ ഇതൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് അന്യ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു സീറ്റ് തന്നെ കിട്ടിയിട്ടോ. അതാ ഈ ഗ്ലാസ്സൊക്കെ ഉള്ള ഈ ഒരു സൈഡ് തന്നെ കിട്ടി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അരീക്കോട് അങ്ങോട്ട് മൊത്തത്തിൽ കാണട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ സൈഡ് നല്ല റോട്ടിലൂടെ ഇങ്ങനെ വണ്ടി പോകുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ വേറൊരു വൈബാണല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങോട്ട് വന്നത്. മൊത്തത്തിൽ ഇങ്ങനെ കാണാം. ലേറ്റ് വന്നിട്ട് ഈ രാത്രി തന്നെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ മോളുവിനെ ഫോണിലേക്ക് കിട്ടായിട്ട് പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയക്ക് വിളിച്ചിട്ട് ഓളോട് പിന്നെ സംസാരിച്ചു കേട്ടോ. സംസാരിച്ചിട്ട്
എങ്ങനെ എന്താ വരാൻ പറ്റുമോ, നാളെയെങ്കിലും വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നോക്കട്ടെ ഞാൻ എന്തായാലും വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പിന്നെ ഫോൺ വെച്ചത് കേട്ടോ. പിന്നെ ഇതാ എന്താ പറയുക, ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്ന് ഇവിടെ വന്ന് ആദ്യം ഞങ്ങൾ ബർഗറാട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അറിയാമല്ലോ നീനൂട്ടിക്ക് ഇതുമൂനൊക്കെ ബർഗറാണ് ഇഷ്ടം. അപ്പോൾ ബർഗർ ചോദിച്ചപ്പോൾ എന്തായി, ബർഗർ ഇല്ല തീർന്നു പറഞ്ഞു. ഇവിടുത്തെ തിരക്കുണ്ടില്ലേ അതുകൊണ്ട് തന്നെ അത് തീർന്നു പറഞ്ഞു. ഇനി ഷവർമ്മ പിന്നെ നീനുവിന് വലിയ താല്പര്യമില്ല, പെട്ടെന്ന് നമുക്ക് മടക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷവർമ്മ ഓർഡർ ചെയ്തില്ല. പിന്നെ എന്താ ഇവിടെ ഉള്ളതെന്നൊക്കെ ഓരോന്നോരോന്ന് ചോദിച്ചപ്പോഴാണ് ബ്രോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ബ്രോസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 8 പീസുള്ള ഒരു ബ്രോസ്റ്റ് ഇതാ ഓർഡർ ചെയ്തു. പിന്നെ അതിലേക്ക് 2 കുബൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് ഇതാ അവരൊക്കെ ആ ഒരു ഇതിൻ്റെ പേരെന്താ പറയുക, എന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുമോ, ആ ഒരു ലൈം ബ്ലൂ കളറിലുള്ള മൊജിറ്റോ എന്നോ അങ്ങനെ എന്താ പറഞ്ഞാൽ അതാണ് 3 ആളും ഓർഡർ ചെയ്തത്. എനിക്കൊരു അടിപൊളി കോഫിയാണ് കേട്ടോ വാങ്ങിയത്. എനിക്ക് തണുത്തതൊന്നും കഴിക്കാൻ തോന്നിയില്ല, ആ സമയത്ത് എനിക്ക് കോഫി കുടിക്കാനാണ് തോന്നിയത്. അങ്ങനെ അതും വാങ്ങി ഇതൊക്കെ ഞങ്ങളിതാ ഒരു കഴിക്കാൻ തുടങ്ങി. ആ കോഫി ആ സമയത്ത് എനിക്ക് ഭയങ്കര തൊണ്ടക്കൊക്കെ നല്ല സുഖമായിരുന്നു. എനിക്ക് നല്ല ചൂടുള്ള കടുപ്പത്തെ ചായ കോഫി ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഇങ്ങനത്തെ ജ്യൂസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ കോഫിയൊക്കെ കൂട്ടിയിട്ട് ബ്രോസ്റ്റ് എന്നൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഒരു ആഘോഷം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ദിവസത്തിൻ്റെ ആഘോഷം അത്രയേ ഉള്ളൂ. നമ്മളെ മക്കളായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഇതിപ്പോൾ ഏകദേശം എത്ര ഒരു 1000 രൂപക്കുള്ളിലേ ആയിട്ടുള്ളൂ, എന്നാൽ ഒരു രസം തന്നെയാണ്. നമ്മൾ ഫാമിലിക്കൊപ്പം ഇരുന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവരും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം അതിനൊക്കെ ശ്രമിക്കുക. ഇപ്പോഴൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ, എല്ലാവർക്കും ആഘോഷിക്കാൻ കിട്ടുന്ന സമയം എല്ലാവരും ആഘോഷിക്കും, അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും മഞ്ചേരി ആയാലും എല്ലാ സംഭവങ്ങളും ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കും കേട്ടോ നമ്മൾ. അപ്പോൾ അതേപോലെ ഇതൊന്നും ഇപ്പോൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, ഉമ്മാനെ ഉമ്മാക്കൊന്നും അറിയില്ല, ഞാൻ പുറത്ത് പോകണമെന്നൊന്നും അറിയില്ല, പെട്ടെന്നുണ്ടായ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താ പറയുക, ചെറിയൊരു പരിപാടി. അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറയുക ആ കേക്ക് എത്തിയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്തത്. അപ്പോൾ ബ്രോസ്റ്റ് കുറേ കാലമായി ഞാൻ കഴിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ 2 പീസ് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഒരു പീസ് പകുതിയോളം ബാക്കിയാക്കിയിട്ടോ. പിന്നെ അത് ഞാൻ കഴിച്ചു. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച എല്ലാം വെയിറ്റിൽ കാണാം അല്ലേ. അങ്ങനെ ഇതാ നമ്മളെല്ലാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് ഞാൻ കേക്ക് വാങ്ങിയത്. ചെറിയൊരു പീസേ വാങ്ങിയിട്ടുള്ളൂ, ഒറ്റ പീസ് വാങ്ങിയിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇനി കിട്ടിയത് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നെ ഇതും ഇങ്ങനെ എവിടെയെങ്കിലും നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ലേശം കോരി കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് അത് ആദ്യം ഞാൻ എനിക്ക് തരുമെന്ന്, എനിക്ക് ഞാൻ തന്നിട്ടല്ലേ ഇതുമ്മൂന് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഒരു തന്നു. പിന്നെ നീനുട്ടിക്ക് വാരി കൊടുക്കാൻ പോയപ്പോൾ നീനുട്ടി ആ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് അവളങ്ങോട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടേതായിട്ടുള്ള ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. അതങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങണം. അപ്പം ഈ പിന്നെ മമതയുടെ എന്താ പറയുക, മമത ബേക്കറിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ജ്യേഷ്ഠൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. അതിന് ഇങ്ങനത്തെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് പോകുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറിയൊരു പെട്ടിക്കട പോലെ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതി. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് അതൊന്ന് കാണാമെന്ന് കരുതാം. ഇതാണ് സംഭവം. എന്താ പറയുക, ചെറിയ മുട്ടായി, കടല വറുത്തത്, അതേപോലെ തന്നെ എന്താ മഞ്ചി ലേസ്, ഇങ്ങനെയുള്ള ചെറിയ സംഭവം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഇനി വീഡിയോ എടുക്കുക ഇനിയും കണ്ടോട്ടെ എന്നൊക്കെ എൻ്റെ എന്താ പറയുക വ്ളോഗൊക്കെ ഞാൻ കാണലുണ്ട്. അപ്പോൾ ഇനി എടുക്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ചതാണ് കേട്ടോ സംഭവം. അങ്ങനെ ഇവിടുന്ന് 2 കോലുമുട്ടായി ഇതുമൂന്ന് കൊടുത്തു. പിന്നെ 1-2 ചോക്ലേറ്റൊക്കെ ഞങ്ങൾക്ക് തന്ന് അവിടെ ഒരു 10-20 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് മടങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, എന്താ പറയുക, ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്കാണ് ഈ പോണത് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, കാറ് പാർക്ക് ചെയ്യാനൊന്നുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ടാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ ഞങ്ങളെ വീട്ടിലേക്ക്. പക്ഷേ കാർ എടുത്തെന്താ വെച്ചാൽ എല്ലാവരും ഒപ്പം പോകാമല്ലോ എന്നുള്ള ഒരു കരുതിയിട്ടാണ് കേട്ടോ വണ്ടി എടുത്തത്. ബൈക്കുമ്മൽ ഇപ്പോൾ പകലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം എന്നെ അവിടെ കൊണ്ടാക്കും, പിന്നെ ബാക്കിൽ മക്കളെയും കൊണ്ട് ബൈക്കുമ്മൽ വരും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്
രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ 2 വട്ടം ട്രിപ്പ് അടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വണ്ടി എടുത്തതാട്ടോ. വണ്ടി എടുക്കുക എന്ന് പറയുന്നത് മൂപ്പർക്ക് ഭയങ്കര മടിയാണ്. കാരണം ഞങ്ങളവിടെ റോഡ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്യാപ്പാണല്ലോ, 2 മതിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് വണ്ടി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പണിയാണ്. അപ്പോൾ അത് മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഇനി എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് വണ്ടി എടുത്തതാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ കാറിൻ്റെ അടുത്തെത്തി. അവിടുന്ന് ഒരു ജസ്റ്റ് ഒന്ന് നീട്ടി വെച്ചാൽ വീട്ടിലെത്തും, അത്രേ ഉള്ളൂ. എന്നാലും ഒന്ന് ഇതൊക്കെ ഇറങ്ങി ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞ്, ഞാൻ ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതാ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.